അബ്ദുൽ അൽ സെയ്ദ് വിജയിച്ചു വന്നത് എന്ന് പറയുന്നത് വളരെ പിന്നെ സാധാരണ നിലയ്ക്കുള്ള ഒരു മത്സരത്തിലല്ല. അദ്ദേഹം മത്സരിച്ചതോട് ഇപ്പോൾ ഇവിടെ സികേഷ് പറഞ്ഞതുപോലെ മത്സരിച്ചത് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റിനോടാണ്. എന്ന് വെച്ചാൽ അവർ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ കാൻഡിഡേറ്റാണ്. ആ കാൻഡിഡേറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന ഹെലി സ്റ്റീവൻസ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ കാലാകാലങ്ങളായി ഇതുവരെയും ഈ ഇസ്രായേൽ പക്ഷപാതിത്വത്തെ സമ്പൂർണ്ണമായി പിന്തുണച്ചവരാണ്. ഡെമോക്രാറ്റിക് പാർട്ടി ആ നിലപാടുള്ളവരാണല്ലോ, നമുക്കറിയാം. റിപ്പബ്ലിക്കൻ പാർട്ടിയെ പോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ആ നിലപാട് തന്നെയാണ്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതിൻ്റെ ഒരു കാലാകാലമായിട്ടുള്ള ഒരു ഫോളോവറാണ് ഇവർ. അതിനകത്ത് അവർക്ക് യാതൊരു സംശയങ്ങളും ഇല്ല. അവർ നിലവിൽ തന്നെ അവർ കോൺഗ്രസ് അംഗമാണ്. അതിൽ നിന്നാണ് അവർ സെനറ്റിലേക്ക് മാറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ എല്ലാ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ ക്യാമ്പയിനിൽ മുഴുവൻ നമ്മൾ കാണേണ്ടത് ഈ ഐപാക് എന്ന് പറയുന്ന അവിടുത്തെ അമേരിക്കൻ ഇസ്രായേലി പബ്ലിക് അക്കൗണ്ടിങ് കമ്മിറ്റി എന്ന് പറയുന്ന ആ കമ്മിറ്റിയുടെ സംഭാവനകളാണ് അവരുടെ ക്യാമ്പയിന് മുഴുവനായിട്ട് നിശ്ചയിച്ച് $30 മില്യൺ മേലെ അല്ലേ ചെലവഴിച്ചു അവർക്ക് വേണ്ടി എന്ന് മാത്രമാണ്, ആ കാൻഡിഡേറ്റിന് വേണ്ടി മാത്രം ഐപാക് വഴി വന്നത്. ഇതുകൂടാതെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പരോക്ഷമായ അറിഞ്ഞതും അറിയാത്തതുമായ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ധാരാളം സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവഴി ഉണ്ടാക്കുന്ന പരസ്യങ്ങളിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു വാചകമോ ഒരു വരിയോ ഇല്ല എന്നാണ്. അതെന്തുകൊണ്ടാണ്? അവർ ഇസ്രായേൽ പക്ഷപാതിയാണ്, അവർക്ക് അവരുടെ നിലപാടതാണ്, സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലാണ്. ഈ ക്യാമ്പയിൻ്റെ ഈ പറയുന്ന തുകയും എല്ലാം തന്നെ കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നാണ്. ഈ ഐപാക്കാണ് അതിൻ്റെ പ്രധാന കോൺട്രിബ്യൂട്ടർ. എന്നിട്ടും ഇസ്രായേലിനെ കുറിച്ചൊരു വാചകമില്ല എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ അനുകൂല നിലപാടിന് അത്ര കണ്ട് ജനങ്ങളിൽ നിന്നുള്ള വിമർശനമുണ്ടിപ്പോൾ. ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അത് ഈ പാർട്ടികളുടെ നിലപാട് എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് കടുത്ത ഈ നിലപാടിനോട് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകളോട് കടുത്ത എതിർപ്പുണ്ട്, യുദ്ധത്തോട് എതിർപ്പുണ്ട്. അവിടെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതിനോട് എതിർപ്പുണ്ട്. അവിടെ ഇസ്രായേൽ കൈക്കൊള്ളുന്ന ഈ വംശഹത്യാ നിലപാടുകളോട് എതിർപ്പുണ്ട്. ഇതെല്ലാം വളർന്നു വന്നിട്ടുണ്ട് അമേരിക്കയിൽ. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഈ മിഷിഗൻ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. മിഷിഗൻ സ്റ്റേറ്റിൽ നിന്നുള്ള സെനറ്റ് അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നതാണ്. മിഷിഗൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലും, അതായത് ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കുകൾക്കും ഒരുപോലെ ശക്തിയുള്ളൊരു സ്ഥലമാണ്. മിക്കവാറും ഒക്കെ എന്താ പറയുക, ഒരു സ്വിംഗ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാവുന്ന, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ്. അപ്പോൾ അവിടെ ഈ നല്ല തോതിൽ ഒരു ഇസ്രായേൽ വിരുദ്ധ വികാരം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പരസ്യങ്ങളിൽ ഒന്നും തന്നെ അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അത് വളരെ ശക്തമായി പ്രകടമായി എന്നുള്ളതാണ് എൽ സയ്യിദിൻ്റെ ഈ വിജയത്തിൻ്റെ കാരണം. അല്ലെങ്കിൽ അദ്ദേഹം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ ആൻറ്റി ഇസ്രായേൽ നിലപാടുകൾ പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച തുക അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ചെലവാക്കിയില്ല എന്ന വളരെ നിർണായകമായ ചോദ്യം അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലുടനീളം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൽ സയ്യിദിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് നല്ല തോതിൽ ഒരു ചേഞ്ചിൻ്റെ സൂചനയാണ് അമേരിക്കൻ സമൂഹത്തിൽ നിന്നാണ് ഞാൻ പറയുക. അത് മംദാനി ന്യൂയോർക്ക് ഗവർണറായിട്ട് ഇപ്പോൾ വന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മിഷിഗനിലെയും ഈ സംഗതി മിഡ് വെസ്റ്റേൺ ഒരു സ്റ്റേറ്റിൽ കൂടി സംഗതി കാണേണ്ടത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അത് വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ജയിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൈക്ക് റോഗേഴ്സ് എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനാണ്. അവരാണെങ്കിൽ അവരും കോൺഗ്രസ് മാനാണ് അയാളും. അയാൾ നേരിടുന്നതിലൂടെ ജയിക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് സെനറ്റ് അംഗത്വം എൽ സയ്യിദിന് ലഭിക്കുകയാണെങ്കിൽ അത് ചരിത്രവും കൂടിയാണ്. ആദ്യമായിട്ടായിരിക്കും സെനറ്റിലേക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വിജയിച്ചു വരുന്നു എന്നുള്ളത്. അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരുപാട് വൈവിധ്യം നിറഞ്ഞ അമേരിക്കൻ സമൂഹത്തിലെ ഈ പറഞ്ഞ പാരലായിട്ടുള്ള ചിന്താഗതികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വലിയ ബൂസ്റ്റായിരിക്കും. അത് നമ്മളിപ്പോൾ കാണുന്ന ഈ പോസ്റ്റ് ട്രംപ് കാലഘട്ടത്തിൽ ഉടനീളം നമ്മൾ കണ്ട പുതിയ തരത്തിലുള്ള ഈ എന്താ പറയുക സപ്രസീവായിട്ടുള്ള ഒരു ഭരണകൂട സമീപനത്തെ, അല്ലെങ്കിൽ ഇസ്രായേലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക യുദ്ധ കൊതിയന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമെന്നൊക്കെ വിളിക്കാവുന്ന ഈ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെ
കാര്യമായ തോതിൽ തന്നെ സ്വാധീനിക്കുന്ന ഒന്ന്, അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നതും അതിൽ ഒരു പ്രതിരോധം ഉയർത്താൻ കഴിയുന്നതായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് പറയാൻ.